ഗുഡ് മോർണിംഗ് everybody. ഇവിടെ മിസ് ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അതിന് മലയാളം മീഡിയക്കാർക്കും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മിസ് മലയാളം തന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എ റോപ്പ് ഓഫ് ലെങ്ത് 140 സെൻറ്റിമീറ്റർ ഈസ് കട്ട് ഇൻറ്റു 16 ഈക്വൽ പാർട്സ്. അതായത് എ റോപ്പ് ഒരു കയറാണ്. ആ കയറിൻ്റെ നീളം എന്ന് പറയുന്നത് 140 സെൻറ്റിമീറ്റർ ആണ്, 140 സെൻറ്റിമീറ്റർ ആണ്. ഈസ് കട്ട് ഇൻറ്റു, അതെന്ത് ചെയ്യാണ്? കട്ട് ചെയ്യാണ്, മുറിക്കുകയാണ്. 16 ഈക്വൽ പീസസ്, 16 തുല്യ ഭാഗങ്ങളാക്കി മാറ്റുകയാണ്, ഒരേ വലുപ്പത്തിൽ മുറിക്കുകയാണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? എന്താണ് അതിൻ്റെ ഓരോ കഷ്ണത്തിൻ്റെയും നീളം? വാട്ട് ഈസ് ദ ലെങ്ത്, നീളം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിളാണ്. അതിൻ്റെ മലയാളം താഴെയുണ്ട്. 140 സെൻറ്റിമീറ്റർ നീളമുള്ള കയർ ഒരേ നീളമുള്ള 16 കഷ്ണങ്ങളായി മുറിച്ചു. ഓരോ കഷ്ണത്തിൻ്റെയും നീളം എത്രയാണ്? ഓക്കെ, ഇതിന് സ്റ്റെപ്പുകൾ എഴുതിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഈ റോപ്പ് ഓഫ് ലെങ്ത്താണ്, നീളമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിന് എഴുതാൻ പറ്റുന്ന ഒരു കാര്യം ലെങ്ത് ഓഫ് ഇപ്പുറത്താണ് കൊടുക്കട്ടെ. ലെങ്ത് ഓഫ് ആൻസറിലുണ്ട്. ലെങ്ത് ഓഫ് റോപ്പ് എന്ന് എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ആൻസർ 140 സെൻറ്റിമീറ്റർ, 140 സെൻറ്റിമീറ്റർ ആണ്. അതായത് മലയാളത്തിൽ എഴുതുമ്പോൾ കയറിൻ്റെ ആകെ നീളം എന്ന് എഴുതാം. രണ്ടാമത്തത്, അവിടെ പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എത്ര കഷ്ണങ്ങളാണ് മുറിക്കുന്നത്? 16 കഷ്ണങ്ങളാക്കിയിട്ടാണ് മുറിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് പീസസ് അല്ലേ, കട്ട് ഇൻറ്റു 16 ഈക്വൽ പീസ് എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണം എന്നല്ലേ. നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണം 16 ഈക്വൽ ടു എന്ന് എഴുതിയിട്ട് 16 എന്ന് എഴുതാം. അത് മലയാളത്തിൽ എഴുതുമ്പോൾ കഷ്ണങ്ങളുടെ എണ്ണം. ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ലെങ്ത് ഓഫ് ഈച്ച് പീസാണ്. വാട്ട് ഈസ് എന്നുള്ള ആ ഒരു ഭാഗം അവിടുന്ന് ഒഴിവാക്കിയാൽ മതി. വാട്ട് ഈസ് ദ എന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സ്റ്റെപ്പ് കിട്ടി. ലെങ്ത് ഓഫ് ഈച്ച് പീസ്, ഓരോ കഷ്ണത്തിൻ്റെയും നീളമാണ് കണ്ടുപിടിക്കുന്നത്. വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് എത്തേണ്ടത് ടോട്ടൽ 140 ആണ് എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പീസിൻ്റെ എണ്ണം, നമ്പർ ഓഫ് പീസസ്, കഷ്ണങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞത് 16 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് 140 അല്ലേ, അതിൽ നമ്മൾ മുറിക്കുന്നത് 16 പീസായിട്ടില്ലേ. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഹരണം. ഓക്കെ, ഇങ്ങനെ ഹരിച്ച് കഴിഞ്ഞാൽ ആൻസർ വരുന്നത് മിസ് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. അതായത് 140നെ 16 കൊണ്ട് ഡിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ 8 അവിടെ കിട്ടുക. ഓക്കെ, ആ 8നെ നമ്മൾ എന്ത് ചെയ്യാണ്? വലുതാക്കി എഴുതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമുക്ക് ഇവിടെ എന്തുണ്ട്? റിമൈൻഡർ, ബാലൻസ് ഉണ്ട്. എന്താണ്? 12 എന്ന നമ്പർ 140ൽ നിന്നും 8 × 16 128 ആണ്. അപ്പോൾ ബാലൻസ് അവിടെ 12 വന്നിട്ടുണ്ട്. ആ 12നെ നമ്മൾ എന്ത് ചെയ്യണം? ആ റിമൈൻഡർ ആയിട്ട് വന്നിട്ടുള്ള ആ 12നെ നമ്മൾ ഇവിടെ കൊടുക്കണം, മുകളിൽ കൊടുക്കണം. കാരണം ഇവിടെ താഴെ ബാലൻസ് വന്ന 12 ആണ്. ആ 12നെ നമ്മൾ ആൻസറിൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് മുകളിൽ കൊടുക്കുക. നമ്മൾ കഥയായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താഴെ ഇരിക്കുന്ന ആൾക്ക് മുകളിലിരിക്കാൻ ഒരാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. പിന്നെ താഴെ 16 എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ 140നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 140നെ 16 കൊണ്ട് ഹരിക്കുക, 16 കൊണ്ട് ഹരിക്കുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, സ്ലൈഡിൽ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയാണ് ആ ഡിവൈഡ് ചെയ്യാൻ, ഹരിക്കാൻ എടുത്ത 16 ആണ് താഴെ വന്നത്. ഇങ്ങനെ വരും. ഇനിയിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെന്താണ്? ഭയങ്കര വലിയ നമ്പറാണ് അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ചെറുതാക്കാം. ഇവിടെ ഫ്രാക്ഷനെയാണ് നമ്മൾ ചെറുതാക്കി കൊണ്ടുവരിക. ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും വരുന്ന നമ്പറുകളെ ഏതെങ്കിലും ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കൊണ്ട്, ഏതെങ്കിലും ഒരു ഗുണനപ്പട്ടിക കൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അതായത് 4ൻ്റെ ടേബിളിൽ 12 വരും, അതുപോലെ 4ൻ്റെ ടേബിളിൽ 16 വരും. അപ്പോൾ നമ്മൾ 4ൻ്റെ ടേബിൾ കൊണ്ടാണ് കട്ട് ചെയ്യുക. അതിൻ്റെ മുന്നിലുള്ള ഈ 8 എന്ന് പറയുന്ന നമ്പർ അതേപോലെ തന്നെയാണ് എഴുതുക. 8 ആയിട്ട് തന്നെ എഴുതും. 12ൽ എത്ര 4 ആണുള്ളത്? 3 ആണ്. അപ്പോൾ മുകളിൽ 3 വന്നു. 16ലോ 4 × 4 ആണ് 16, 3 × 4 ആണ് 12. അങ്ങനെ 8/8 3/4 എന്ന് വന്നു. അതിൻ്റെ കൂടെ എന്തുണ്ട്? സെൻറ്റിമീറ്റർ എന്നുണ്ട്. കാരണം ലെങ്ത് ഓഫ് ഈച്ച് പീസാണ്, ഓരോ പീസിൻ്റെയും ഓരോ കഷ്ണത്തിൻ്റെയും നീളമാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടെ സെൻറ്റിമീറ്റർ എന്ന് ആൻസറിൽ വരും. കണ്ടോ? ആൻസർ കണ്ടില്ലേ? ഫൈനൽ ആൻസറിൽ
കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ.